My dear students, so today in this lesson we'll be dealing with the essay Nightmare, which was written by Malcolm X. Semester 4 Global Voices and Cultures എന്ന ജനറൽ ഇംഗ്ലീഷ് പേപ്പറിലെ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഒരു എസ്സേ ആണ് നൈറ്റ്മെയർ എന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എസ്സേയും കൂടിയാണിത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ എസ്സേയിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ടെക്സ്റ്റില് ഈ എസ്സേ നേരിട്ട് കണ്ടിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ആ ഒരു പേജസ് ഒന്ന് ടേൺ ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകും. അത്രയും ലെങ്തി ആയിട്ടുള്ള ഒന്നാണ്. ഈ ലെങ്തി എസ്സേയുടെ ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എസ്സേയിലെ എല്ലാ പോയിന്റ്സും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡഡ് അല്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ എസ്സേയുടെ കംപ്ലീറ്റ് എക്സ്ട്രാക്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ എസ്സേ തന്നെ വായിക്കുക. വായിച്ചതിന് ശേഷം മാത്രം വീഡിയോ കേൾക്കുക, അല്ലെങ്കിൽ വീഡിയോ കേട്ടതിന് ശേഷം ആ ഹോൾ എസ്സേ വായിക്കുക. ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ടു ലേൺ ദ ഹോൾ എസ്സേ ബിക്കോസ് യു ക്യാൻ എക്സ്പെക്ട് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് particular essay. Okay. Now we are going to deal with the essay Nightmare, which forms the first chapter of Malcolm X's autobiography, The Autobiography of Malcolm X. So who is Malcolm X? ആരാണ് മാൽക്കം എക്സ്? Malcolm X is best known as a black nationalist leader, human rights activist and a minister. Of course he is a minister. In the 1950s and 60s, he was the spokesman for an organization known as the Nation of Islam. The Nation of Islam was an organization founded on the ideas of Islam combined with those of the black nationalist ideas. Malcolm X who was born as Malcolm Little to a Baptist preacher. In his teens, he was accused of burglary and sent to prison. There, he came across the teachings of the leader of the Nation of Islam, expanded quickly and immensely. After he withdrew from the organization, he was assassinated by 3 of its members. അപ്പം മാൽക്കം എക്സിൻ്റെ ഒരു ഇൻട്രോ ആണ്. മാൽക്കം എക്സ് എന്ന് പറയുന്നത് എന്താ പറയുക, അദ്ദേഹം വളരെ നല്ലൊരു സ്പോക്സ്മാൻ ആയിരുന്നു. മാത്രമല്ല നേഷൻ ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനിലെ മെമ്പറും കൂടെ ആയിരുന്നു അദ്ദേഹം. ഇപ്പം നമ്മൾ എല്ലാവരും ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ കാണും, നമുക്കൊരു ഐഡിയാസ് കാണും. ചിലപ്പോൾ ഇപ്പോൾ ഒരു ഗ്യാങ് തന്നെ എടുക്കുക, നമ്മളൊരു ഗ്യാങ്ങിലേക്ക് വന്ന് ഇൻവോൾവ് ആയി കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് അതിൽ നിന്ന് തിരിച്ചു വരണം എന്ന് തോന്നും. പക്ഷെ പലപ്പോഴും നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് വന്ന് അകപ്പെട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് തിരിച്ചു വരിക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇദ്ദേഹം ഈ ഒരു ഐഡിയ, ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ഇദ്ദേഹം കൊലപ്പെടുകയാണ്. അപ്പം അടുത്തത് The lesson under study is the first chapter of Malcolm X's autobiography. അപ്പം നമുക്ക് പഠിക്കാനുള്ള ഈ എസ്സേ എന്ന് പറയുന്നത് മാൽക്കം എക്സിൻ്റെ ആ ലെങ്തി ഓട്ടോബയോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഇതിനകത്ത് എന്താ ഒരു ഹൊറർ ഓഫ് റേഷ്യൽ prejudice അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. As the narrator, he provides us a visual image on the racial violence that existed at that time. പഴയ അദ്ദേഹത്തിൻ്റെ കാലത്ത്, ഈ മാൽക്കം എക്സിൻ്റെ സമയത്തൊക്കെ ഉണ്ടായിരുന്ന റേഷ്യൽ വയലൻസ്, അല്ലെങ്കിൽ എന്താണ് ഉണ്ടായിരുന്ന ഓരോ ബുദ്ധിമുട്ടുകളും, പാത്തറ്റിക് സിറ്റുവേഷൻസ്, നീഗ്രോസ് നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, അതെല്ലാമാണ് മാൽക്കം എക്സിൻ്റെ ഈ എസ്സേയിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ ഒരൊറ്റ ചാപ്റ്റർ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അതാണ് നൈറ്റ് മെയർ. നൈറ്റ് മെയർ എന്ന് എസ്സേയുടെ പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം, ഓ സംതിങ് ഇസ് ദെയർ ഇൻ ഇറ്റ്, എന്തോ പേടിപ്പിക്കുന്ന എന്തോ ഒരു കാര്യമാണ്. അതിനെയാണല്ലോ നമ്മൾ നൈറ്റ് മെയർ എന്ന് പറയുന്നത്. ഹിയർ ഹി ഡീൽസ് വിത്ത് ഇഷ്യൂസ് ലൈക്ക് വാൻഡലിസം, ഫിസിക്കൽ അസോൾട്ട്, പോവർട്ടി ആൻഡ് ഹ്യൂമിലിയേഷൻ. ഇപ്പം വാൻഡലിസം എന്ന് പറയുമ്പോഴത്തേക്കും പൊതുമുതൽ നശിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ദ ബുക്ക് ഗിവ്സ് us an insight into the life of African Americans in the early 20th century. Reverend Earl Little is the father of Malcolm X. അപ്പം ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സിനെ നമുക്ക് ആദ്യം നോക്കാം. ആദ്യത്തെ ക്യാരക്ടർ നമ്മുടെ മാൽക്കം എക്സിൻ്റെ അച്ഛനാണ് ഏൾ ലിറ്റിൽ, അദ്ദേഹത്തിൻ്റെ വൈഫ് ലൂസി ലിറ്റിൽ. പിന്നെ ഇവർക്ക് കുറച്ച് മക്കളുണ്ട്. അപ്പോൾ ഇതിൻ്റെ കഥ തുടങ്ങുന്നത് തന്നെ ഒരു അറ്റാക്ക്, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമ്മുടെ മാൽക്കമിൻ്റെ വീട് വന്ന് അറ്റാക്ക് ചെയ്യുന്നത് വെച്ചിട്ടാണ് ഈ എസ്സേ തുടങ്ങുന്നത്. അപ്പം ഏൾ ലിറ്റിൽ, ആസ് ഐ സെഡ് ഏർലിയർ, ഏൾ ലിറ്റിൽ ഈസ് ദ ഫാദർ ഓഫ് മാൽക്കം എക്സ്. മാൽക്കം എക്സിൻ്റെ അച്ഛനാണ് ഏൾ ലിറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഹി വാസ് എ ഫ്രീലാൻസിങ് ബാപ്റ്റിസ്റ്റ് പ്രീച്ചർ. ഹി ഹാഡ് നോ ഫിക്സഡ് പാരിഷ് ബട്ട് വാസ് എ വിസിറ്റിംഗ് പ്രീച്ചർ ഇൻ മെനി പ്ലേസസ്. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈ ഏൾ ലിറ്റിൽ എന്ന് പറയുന്നത് ഒരു പ്രീച്ചറായിരുന്നു. പക്ഷേ പ്രത്യേകിച്ച് ഒരു പാരിഷ് സ്ഥലമൊന്നുമില്ല. അദ്ദേഹം ഓരോരുത്തരെയും വിസിറ്റ് ചെയ്തിട്ട് ദൈവവചനങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഹി ആൻഡ് ഹിസ് ഫാമിലി ലിവ്ഡ് ഓൺ ദീസ് ഏർണിങ്സ്. അദ്ദേഹത്തിൻ്റെ ഫാമിലിയും കുടുംബവും എല്ലാം ഈ വരുമാനത്തിലൂടെ, അച്ഛനായ ഏൾ ലിറ്റിലിൻ്റെ വരുമാനത്തിലൂടെയാണ് ഇവർ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത്.
He was a supporter of Marcus Garvey. Little often got into trouble for spreading the man's teachings. അപ്പോൾ ആ സമയത്തുള്ള ഒരു വലിയൊരു ലീഡറായിരുന്നു മാർക്കസ് ഗാർവേ എന്ന് പറയുന്നത്. യു ഹാവ് ടു റീഡ് ദ എസ്സേ, ദെൻ ഓൺലി യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സെയിങ്. നിങ്ങൾ എസ്സേ വായിക്കണം കേട്ടോ. അപ്പം മാർക്കസ് ഗാർവേ എന്ന് പറയുന്ന ബ്ലാക്ക് നാഷണലിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഒരു വലിയൊരു ലീഡർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ നമ്മുടെ റെവറൻഡ് ഏൾ ലിറ്റിലിന് വളരെ ബഹുമാനവും ഇഷ്ടവുമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഏൾ ലിറ്റിൽ മാർക്കസ് ഗാർവേയുടെ സെയിങ്സിനെയും അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിനെയും വിശ്വസിച്ചിട്ട് അത് തന്നെയാണ് അദ്ദേഹം ആളുകളിലോട്ട് എത്തിക്കാൻ ശ്രമിച്ചിരുന്നത്. ലൈക്ക് ഗാർവേ, ലിറ്റിൽ ബിലീവ് ദാറ്റ് ഫ്രീഡം, ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് റെസ്പെക്ട് കുഡ് നെവർ ബി അച്ചീവ്ഡ് ബൈ ദ നീഗ്രോസ് ഇൻ അമേരിക്ക. അതായത് അമേരിക്കയിൽ ഒരു നീഗ്രോ താമസിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ യഥാർത്ഥത്തിലുള്ള അവരുടെ ഒരു റൂട്ടിനോ അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻഡിവിജ്വാലിറ്റിക്കോ വ്യക്തമായ അംഗീകാരം ലഭിക്കില്ല എന്ന് മാർക്കസ് ഗാർവേയുടെ ഐഡിയോളജിയെ ഏൾ ലിറ്റിൽ, മാൽക്കം എക്സിൻ്റെ അച്ഛനായ ഏൾ ലിറ്റിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അപ്പം നീഗ്രോസ്, അമേരിക്കക്കാർക്ക് അമേരിക്ക വിട്ടുകൊടുത്തിട്ട് നീഗ്രോ എല്ലാ ആൾക്കാരും അവരുടെ നാട്ടിലേക്ക് തിരിച്ചു വരിക എന്ന ആശയത്തെയാണ് നമ്മുടെ റെവറൻഡ് ഏൾ ലിറ്റിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഗാർവേ was opinion that black should return to their native roots in Africa. ഞാൻ പറഞ്ഞ പോലെ അവർ നേരെ തിരിച്ചു വരിക, ആഫ്രിക്കയിലോട്ട് തിരിച്ചു വരിക. ആൻഡ് ലിറ്റിൽ ട്രൈ ടു പ്രീച്ച് ദിസ് ഐഡിയ വെനെവർ പോസിബിൾ. എപ്പോഴൊക്കെയാണോ ഈ ഐഡിയ അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്നു അപ്പോഴൊക്കെ അദ്ദേഹം ഇത് ഓരോ ആളുകളിലേക്കും എത്തിച്ചിട്ടുണ്ട്. ദ പ്രീച്ചിങ് ഓഫ് ഓൾ ലിറ്റിൽ ഗെയിൻ ഹിം മെനി എനിമീസ്. ഒരുപാട് എനിമീസ് അദ്ദേഹത്തിന് ഉണ്ടായി. അക്കോർഡിംഗ് ടു മാൽക്കം, ഗാർവേ വാസ് സീൻ ആസ് ദി മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ മാൻ ഓൺ എർത്ത്. ലേറ്റർ ഇൻ ലൈഫ് മാൽക്കം ക്യാൻ ബി സീൻ പ്രീച്ചിങ് ഓൺ ദിസ് വെരി ഐഡിയ. മാൽക്കത്തിന് മാർക്കസ് ഗാർവേയോട് ഒരു താല്പര്യവും ഇഷ്ടവുമൊക്കെ തോന്നിയിട്ടുണ്ട്. ദെൻ ഇറ്റ് സീംസ് അപ്പാരൻറ്റ് ദാറ്റ് മാൽക്കം സൈലൻ്റ്ലി സപ്പോർട്ടഡ് ഹിസ് ഫാദർ. പിന്നീട് നമുക്ക് ഈ കഥ, ഈ എസ്സേ വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം ഞാൻ ഒന്നുകൂടെ ക്യാരക്ടേഴ്സിനെ പറയാണ്. നമ്മുടെ മാൽക്കം എക്സ്, അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ റെവറൻഡ് ഏൾ ലിറ്റിൽ. ഏൾ ലിറ്റിൽ ഒരു പ്രീച്ചറായിരുന്നു. അതേ കൂടാതെ മാർക്കസ് ഗാർവേ എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് നാഷണലിസ്റ്റ് മൂവ്മെൻറ്റിലെ ലീഡറിൻ്റെ ഐഡിയോളജിനെ ഒരുപാട് വിശ്വസിക്കുകയും അത് ആളുകളിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഏൾ ലിറ്റിൽ എന്ന് പറയുന്നത്. അതിനുശേഷം Reverend Earl Little was only little in his name, but actually he was a big, tall and an outspoken black man. He had only one eye. He was from Raynaud, Georgia, where he stopped schooling at about 3rd or 4th grade. He was a big fan of Marcus Garvey. As I said earlier, he was a big fan of the leader of nationalist movement, black nationalist movement, Marcus Garvey, and would pass on his teachings to those around him. ഈ മാർക്കസ് ഗാർവേയുടെ ഭയങ്കര ആരാധകനായതുകൊണ്ട് തന്നെ മാർക്കസ് ഗാർവേയുടെ എല്ലാ ഐഡിയോളജിയും നമ്മുടെ ഏൾ ലിറ്റിൽ ബാക്കിയുള്ള ആളുകളിലോട്ട് എത്തിക്കുമായിരുന്നു. ഏൾ ലിറ്റിൽ ആൻഡ് ലൂസി ലിറ്റിൽ ഹാഡ് 8 children. ഏൾ ലിറ്റിലിനും നമ്മുടെ ലൂസി ലിറ്റിലിനും, മാൽക്കത്തിൻ്റെ അമ്മയും അച്ഛനുമാണ് ഏൾ ലിറ്റിലും ലൂസി ലിറ്റിലും. അവർക്ക് 8 മക്കളുണ്ടായിരുന്നു. അതിന് മുന്നേ തന്നെ ഏൾ ലിറ്റിൽ വേറൊരു കല്യാണം കഴിച്ചിട്ടുണ്ട്. മാൽക്കത്തിൻ്റെ അച്ഛന് വേറൊരു പ്രീവിയസ് മാരേജ് ഉണ്ട്. അതിലൊരു 3 children ഉണ്ട്. അത് കൂടാതെയാണ് ഏൾ ലിറ്റിൽ വന്ന് ലൂസി ലിറ്റിലിനെ ഫിലാഡൽഫിയയിൽ വെച്ച് മാരി ചെയ്യുന്നത്. അപ്പം അതിൽ അവർക്ക് 8 മക്കളാണുള്ളത്. അപ്പം നമ്മുടെ മാൽക്കത്തിൻ്റെ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഹിസ് മദർ വാസ് സോ എഡ്യൂക്കേറ്റഡ് ബട്ട് ഹിസ് ഫാദർ നോട്ട്. സോ ഹി വുഡ് ബീറ്റ് ഹർ regularly. He would also beat his children, but he rarely attacked Malcolm. But Malcolm was beaten up his mother. Now let us see more about Malcolm's mother. Malcolm's mother was born in Grenada and looked like a white woman as her father had been a white. She had a straight black hair and her accent does not sound like Negroes. She was ashamed of her father even though she had ever seen him. അപ്പം നമുക്ക് പെട്ടെന്ന് വരുന്നൊരു കൺഫ്യൂഷനാണ്, ഇവരെല്ലാം നീഗ്രോ ഫാമിലിയാണ്, പിന്നെ എങ്ങനെയാണ് ലൂസി ലിറ്റിൽ വൈറ്റ് ആവുന്നത്? അതിൽ നിന്നാണ് ലൂസി ലിറ്റിലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററിയിലോട്ട് പോകുന്നത്. മാൽക്കം എക്സിൻ്റെ അമ്മയായ ലൂസി ലിറ്റിൽ എന്ന് പറയുന്നത് ഷി വാസ് എ പ്രൊഡക്റ്റ് ഓഫ് എ റേപ്പ്. അവരെന്ന് പറയുന്നത് അവരുടെ അമ്മയെ, ലൂസി ലിറ്റിലിൻ്റെ അമ്മേനെ ഒരു വൈറ്റ് മാൻ റേപ്പ് ചെയ്തിട്ട് അങ്ങനെയാണ് ലൂസി ലിറ്റിൽ ഉണ്ടാകുന്നത്. അതായത് apparently this most likely happened because she was born out of a rape and her mother was a victim. She passed on her coloring to Malcolm X. He also had a reddish brown hair like Lucy's white father. അപ്പോൾ ലൂസിക്ക് അച്ഛന് ഏൾ ലിറ്റിലിന് മാൽക്കം എക്സിനോടൊരു ചെറിയൊരു സപ്പോർട്ടിങ് നേച്ചർ ഉണ്ട് എങ്കിലും ലൂസിക്ക് അതില്ല. കാരണം ലൂസിക്ക് ലൂസിയുടെ അച്ഛനെ ഇഷ്ടമില്ല. ലൂസി എന്ന് പറയുന്നത്
ഒരു റേപ്പിൻ്റെ പ്രൊഡക്റ്റ് മാത്രമാണ് ലൂസി ലിറ്റിൽ. അപ്പം അങ്ങനെ ഒരു വെളുത്ത നിറം, ഒരു സ്കിൻ കളർ, വൈറ്റ് ആൻഡ് സ്കിൻ കളർ അല്ലെങ്കിൽ ഒരു ലൈറ്റ് സ്കിൻ കളറൊക്കെ കാണുമ്പോഴത്തേക്കും ലൂസിക്ക് ഇവരോട് വെറുപ്പാണ് തോന്നുന്നത്. പക്ഷേ എത്രയൊക്കെ ആഫ്രിക്കൻസിന് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഏൾ ലിറ്റിലിന് മാൽക്കത്തിനോടൊരു സപ്പോർട്ടുണ്ട്. കാരണം മാൽക്കം ഈസ് വൈറ്റ്. തൻ്റെ മകനാണെങ്കിൽ പോലും അവനൊരു വൈറ്റ് നിറം കെട്ടിയിട്ടുണ്ട്. അപ്പം തന്നെ പേരൻസിൽ ഉണ്ടാകുന്ന ഒരു ഡിഫറൻസിയേഷൻ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ലൂസി ലിറ്റിലിന് മാൽക്കത്തിനോട് ദേഷ്യമാണ്. ചെറിയ കാര്യം മാൽക്കം ചെയ്താൽ പോലും മാൽക്കമിനെ നമ്മുടെ ലൂസി ലിറ്റിൽ ഒരുപാട് ബീറ്റപ്പ് ചെയ്യും. കാര്യം ഇതുകൊണ്ടാണ്, ബിക്കോസ് ആ അച്ഛനെ ഓർമ്മിപ്പിക്കുന്ന വൈറ്റ് നിറം ലൂസിയുടെ മകന് കിട്ടി. അതുകൊണ്ടാണ് ആ ഒരു ദേഷ്യം വരുന്നത്. ഓക്കെ, നൗ വി ക്യാൻ ഡീൽ വിത്ത് ദി സമ്മറി. അപ്പോൾ ദ സ്റ്റോറി ബിഗിൻസ് ബിഫോർ ദ മാൽക്കം വാസ് ബോൺ. അപ്പോൾ സ്റ്റോറി തുടങ്ങുന്ന സമയത്ത് മാൽക്കം ജനിച്ചിട്ടില്ല. അവരുടെ ഒരു കമ്മ്യൂണിറ്റി, ഒരു ക്ലാനിൽ ആൾക്കാർ വന്ന് അറ്റാക്ക് ചെയ്യുകയാണ്. അവർക്ക് വേണ്ടത് ഏൾ ലിറ്റിലിനെയാണ്. കാരണം ഏൾ ലിറ്റിൽ അവിടെ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇവർ ആ വീട്ടിലോട്ട് വന്നത് ഏൾ ലിറ്റിലിന് തപ്പിയാൽ വന്നേ. വെൻ ദേ ഫൗണ്ട് ഹി വാസ് നോട്ട് ദെയർ, ദേ ക്രൗണ്ട് ആൻഡ് ത്രെറ്റൻഡ് ആൻഡ് വാണ്ട് ഹർ ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ ടൗൺ ആസ് എ ഹസ്ബൻഡ് ഇസ് സ്പ്രെഡിങ് ട്രബിൾ അമംഗ് ദി ഗുഡ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൂസി ലിറ്റിലിൻ്റെ അടുത്തേക്ക് ഈ ഭർത്താവിനെ തപ്പി ഇവരുടെ വീട് അറ്റാക്ക് ചെയ്യാൻ വന്നേക്കാണ്. പക്ഷെ അദ്ദേഹം അവിടെ ഇല്ലയെന്ന് അറിയുമ്പോഴത്തേക്കും ഇവർ പോവാണ്. പക്ഷെ അവർ ആ വിൻഡോയും ജനലും കതകും എല്ലാം തല്ലി പൊളിച്ചിട്ടാണ് പോകുന്നത്. ദ ക്ലാൻസ്മാൻ ബ്രോക്ക് ഓൺ എവറി വിൻഡോ ഓഫ് ദ ഹൗസ് ആൻഡ് ദെൻ സൈഡ് ഓഫ്. Enraged by this incident, Little decided to move his family to Lansing, where he buys a home and continue his preaching. അപ്പം അദ്ദേഹം ഈ ഒരു ഇൻസിഡൻറ്റിനെ തുടർന്ന് അവിടുന്ന് വീട് മാറി പോവുകയാണ്. അപ്പം മാൽക്കം ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ ഒരു പ്രശ്നത്തിന് ശേഷം അവർ മറ്റൊരു വീട്ടിലോട്ട് താമസിക്കാൻ പോകും. ആ ടൈമിൽ ഹി സ്റ്റിൽ റിമെമ്പേഴ്സ് ബീയിങ് അവേക്കൻ സഡൻലി വൺ നൈറ്റ് ആൻഡ് സ്നാച്ച്ഡ് ഇൻടു എ ഫ്രൈറ്റനിങ് കൺഫ്യൂസിങ് ഓഫ് പിസ്റ്റൽ ഷോട്ട്സ് ആൻഡ് ഷോട്ടിങ് ഓൺ സ്മോക്ക് ആൻഡ് ഫ്ലെയിംസ്. അത് ഭയങ്കര ഒരു ദിവസമായിരുന്നു. അതാണ് നൈറ്റ് മെയർ എന്ന് പറയുമ്പോൾ ഏതോ ഒരു ദിവസം പേടിപ്പിക്കുന്ന ഒരു ഇൻസിഡൻറ്റ്, അതാണ് നൈറ്റ് മെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം മാൽക്കം ഒക്കെ വീട് മാറി മറ്റൊരു സ്ഥലത്തോട്ട് നിൽക്കെ അവിടെ പെട്ടെന്നൊരു അറ്റാക്ക് ഉണ്ടാകും. കുറേ വൈറ്റ് മെൻ വന്ന് ഇവരുടെ വീടിന് തീയിടുകയാണ്, ഇവരുടെ പുതിയ വീട്ടിലേക്ക്. അപ്പം മാൽക്കം എണീക്കുന്നത് തന്നെ പിസ്റ്റലിൻ്റെ സൗണ്ടും ഫ്ലെയിംസും പുകയും ഇതുമെല്ലാം കണ്ടാണ് അദ്ദേഹം എണീക്കുന്നത്. അപ്പം ഇയാൾ എന്ത് ചെയ്യും? മാൽക്കം അമ്മ എല്ലാം പേടിച്ച്. അപ്പം ആ സമയത്ത് അമ്മ മാൽക്കത്തിൻ്റെ അടുത്ത സഹോദരിയെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമാണ്. അപ്പോൾ ഇറങ്ങി ഓടുന്ന ടൈമിൽ നമ്മുടെ ഏൾ ലിറ്റിൽ വന്ന് പിസ്റ്റൾ എടുത്ത് ആ 2 വൈറ്റ് മാനെയും വെടിവെച്ച് കൊല്ലുകയാണ്. അവിടുന്ന് അവർ നേരെ മറ്റൊരു സ്ഥലത്തോട്ട് വരികയാണ്. ഇതൊരു ഷോർട്ട് സമ്മറിയാണ്. യു ഹാവ് ടു റീഡ് ദി ഹോൾ എസ്സേ ബിക്കോസ് ഇറ്റ്സ് എ വെരി ഹ്യൂജ് എസ്സേ. സോ യു ഹാവ് ടു റീഡ് ഇറ്റ്, അറ്റ്ലീസ്റ്റ് യു ഹാവ് ടു റീഡ് ദി സമ്മറി. അപ്പോൾ ഇവരെല്ലാവരും അവിടുന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് വരികയാണ്. ആ സ്ഥലത്തേക്ക് വരുമ്പോഴും ഈ നമ്മുടെ ലിറ്റിൽ ഇതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രീച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ലൂസി എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും ലൂസിയുടേതായ ഒരു ഐഡിയോളജി ഉണ്ട്. അപ്പം ലൂസി തെറ്റ് കണ്ട തെറ്റെന്ന് എടുത്ത് പറയും, ബിക്കോസ് ഷീ ഈസ് എഡ്യൂക്കേറ്റഡ്. അങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ ലൂസീനെ എപ്പോഴും ലൂസിയുടെ ഭർത്താവ് മാൽക്കത്തിൻ്റെ അച്ഛൻ ഏൾ ലിറ്റിൽ ബ്ലെയിം ചെയ്യുകയും ഉപദ്രവിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. പിന്നീടെന്ന് പറഞ്ഞാൽ മീൻവെൽ ഹിസ് മദർ ലൂസി ഹാഡ് ദ എനോർമസ് ടാസ്ക് ഓഫ് കെയറിംഗ് ഫോർ ദ ഹോം ആൻഡ് ഇറ്റ്സ് 8 children, often while arguing with their father about dietary restriction. She had some dietary restriction. That means she refused to eat pork and rabbit. പോർക്കും റാബിറ്റും ഒന്നും കഴിക്കാൻ ലൂസിക്ക് താല്പര്യമില്ല. കാരണം എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എന്നുള്ള ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഒരു കാര്യം ലൂസി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏൾ ലിറ്റിൽ എന്ന് പറയുന്ന ആൾക്ക് എപ്പോഴും റാബിറ്റ് പോർക്കൊക്കെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പം ഇദ്ദേഹം ഏൾ ലിറ്റിൽ റാബിറ്റ് പോർക്കൊക്കെ കഴിക്കുന്നത് സാധാരണ മനുഷ്യർ കഴിക്കുന്ന പോലെയൊന്നുമല്ല. അദ്ദേഹം ഇപ്പം റാബിറ്റിനെയൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ വീട്ടിലൊരു ചിക്കനൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ പിച്ചാത്തിയൊക്കെ വെച്ച് കട്ട് ചെയ്ത് നൈഫൊക്കെ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്ത് തന്നെ വെക്കും. ഇദ്ദേഹം എന്ന് പറയുന്നത് റാബിറ്റിനെ എടുക്കും, 2 കൈ വെച്ചങ്ങ് പിരിച്ചു കളയും, റാബിറ്റ് മരിച്ചു പോകും. അങ്ങനെയൊക്കെയാണ് റാബിറ്റിനെ കൊല്ലുന്നത്. ഒരു ഭയങ്കര വൈൽഡ് ആയിട്ടുള്ള ഒരു നേച്ചറായിരുന്നു അദ്ദേഹത്തിന്. അപ്പം അന്നേ ദിവസം ഇവരുടെ പുതിയ വീട്ടിൽ ഏൾ ലിറ്റിൽ ഇതുപോലെ വന്നിട്ട് റാബിറ്റ് പോർക്കൊക്കെ കഴിക്കണം എന്ന് പറയുമ്പം ഷീ റെഫ്യൂസ്ഡ് ദാറ്റ്. അപ്പം ഈ ഒരു ഐഡിയനെ നമ്മുടെ ലൂസി ലിറ്റിൽ എതിർക്കുന്ന ടൈമിൽ അവർ തമ്മിൽ ഭയങ്കര ക്ലാഷ് ഉണ്ടാകും. അദ്ദേഹം തിരിച്ചു പോവുകയാണ്, വഴക്കിട്ട് അദ്ദേഹം വീട്ടിൽ നിന്ന് പോകും. അപ്പം ഇവരുടെ ഭർത്താവിൻ്റെ പുറകെ ചെന്നിട്ട് പോവരുതെന്നൊക്കെ പറയുമെങ്കിലും ഇദ്ദേഹം പോകും. ഇപ്പം എത്ര സ്പീഡിൽ അവർക്ക് ഓടാൻ പറ്റുമോ അത്രയും ഈ ഭർത്താവിൻ്റെ പുറകെ പോകുമെങ്കിൽ അയാൾ നിൽക്കില്ല. ഇതൊരു സമ്മറി പോലെ പറയുക കേട്ടോ. അയാൾ നിൽക്കില്ല, അയാളൊന്ന് വേവ് ചെയ്തിട്ട് അയാൾ അങ്ങ് പോവുകയാണ്.
അപ്പം ലൂസിക്ക് മനസ്സിൽ എന്തോ നടക്കാൻ പോവുകയാണോ എന്നൊരു തോന്നൽ, എന്തോ ഒരു ബാഡ് സൈൻ അവരുടെ മനസ്സിലേക്ക് വരികയാണ്. Lucy had a vision of her husband's end. She ran outside calling after him, but he merely works and walks on. നിന്നില്ല, ഇവരെത്ര വിളിച്ചിട്ട് നിന്നില്ല, ഇയാൾ അങ്ങോട്ട് പോകും. അപ്പം ഇവരെല്ലാവരും സഹോദരങ്ങളെല്ലാവരും, അപ്പം നമ്മുടെ ഇതിൽ വേറെയും കുറച്ച് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഒന്ന് മാൽക്കത്തിൻ്റെ ഫസ്റ്റ് ബ്രദർ വിൽഫ്രെഡ്, പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരി ഹിൽഡ, അങ്ങനെ കുറച്ചധികം ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. നിങ്ങളിത് കൃത്യമായിട്ട് വായിച്ചാൽ മാത്രമേ അത് ആരൊക്കെയാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. വിൽഫ്രെഡ്, ഹിൽഡ, ഫിൽബർട്ട്, റിജിനാൾഡ്, ഇത് ഇത്രയുമാണ് സഹോദരങ്ങളുടെ ഒരിതിൽ വരുന്നത്. അപ്പം പിന്നെ റോബർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രദറുണ്ട്, ലാസ്റ്റ് വോനെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രദറുണ്ട്. അപ്പം ഈ ക്യാരക്ടേഴ്സിനെ എടുത്ത് ഒന്ന് വായിച്ച് നോക്കണം, ക്ലിയർ ആവണമെങ്കിൽ ഒന്നുകൂടെ. അപ്പം മാൽക്കം ഇവരെല്ലാവരും സഹോദരങ്ങളെല്ലാവരും കൂടെ കിടന്നുറങ്ങുന്ന ടൈമായിട്ടും അച്ഛൻ എത്തിയില്ല. അച്ഛൻ എത്താതായപ്പോഴത്തേക്കും ഇവർക്ക് ഭയങ്കര പേടിയായി. പിന്നീടാണ് അറിയുന്നത് മാൽക്കം awakes to the sounds of Lucy screaming. Earl has been run over by street car. കാർ ഇടിച്ച് നമ്മുടെ ഏൾ ലിറ്റിൽ മരിക്കുകയാണ്. The black community, however, whispers that this was not an accident but rather murder by the black tree. അതായത് ഇതൊരു ആക്സിഡൻ്റ് അല്ല, ഏൾ ലിറ്റിലിനെ കൊന്നതാണ് എന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ആരും അത് കാര്യമായിട്ട് എടുക്കുന്നില്ല. അപ്പം അച്ഛൻ്റെ ബോഡിയുടെ ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ തലയിലൂടെ സ്ട്രീറ്റ് കാർ കയറിയിട്ട് ഇദ്ദേഹം മറ്റൊരു സൈഡിലോട്ട് മാറി നിൽക്കുകയാണ് മാറി കിടക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ദ ചിൽഡ്രൻ കെയിം ടു നോ അബൌട്ട് ദ ഡെത്ത് ഓഫ് ഹർ ഫാദർ. ഫാമിലി ഹാസ് നോ ഇൻകം. ഇനി എല്ലാ ഇൻകവും കൊടുത്തിരുന്നത് അച്ഛനാണ്. അച്ഛൻ മരിച്ചതോടെ ആ വീട് അനാഥമായി. അപ്പം അദ്ദേഹം ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ 2 ഇൻഷുറൻസ് എടുത്തിരുന്നു. അപ്പം തനിക്ക് എന്ത് പറ്റിയാലും ഫ്യൂച്ചറിൽ തൻ്റെ മക്കളും ഫാമിലിയും സേഫ് ആകണമെന്ന് ആഗ്രഹിച്ച മാൽക്കത്തിൻ്റെ അച്ഛൻ അവളിച്ചിൽ ഒരു ഇൻഷുറൻസ് എടുത്തിരുന്നു. അതിൽ ഒരു ഇൻഷുറൻസ് ഇവർക്ക് കിട്ടും. ആ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഫ്യൂണറൽ കാര്യങ്ങൾക്ക് പോലും തികഞ്ഞില്ല. വളരെ ചെറിയ ഒരു തുകയായിരുന്നു ആ ഇൻഷുറൻസ്. അതത്രയും അവരുടെ അമ്മ ഫ്യൂണറൽ പേയ്മെൻ്റ് ഒക്കെ ചെയ്യാനായിട്ട് എടുത്തു. വേറെ പൈസയില്ല. പിന്നെ വലിയൊരു ഇൻഷുറൻസ് എമൗണ്ടും കൂടെ ഒരു കമ്പനിയിൽ നിന്ന് ഇവർക്ക് കിട്ടാനുണ്ട്. അതെന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻഷുറൻസ് കമ്പനി ഒരു അമേരിക്കൻ കമ്പനിയായിരുന്നു. അവരത് ക്ലെയിം ചെയ്യുന്നത് ഇറ്റ് വാസ് ആൻ ആക്സിഡൻറ്റ്. ഒരു ആക്സിഡൻറ്റ് അല്ല, ഇറ്റ് വാസ് നോട്ട് ആൻ ആക്സിഡൻറ്റ് ബട്ട് ഇറ്റ് വാസ് എ സൂയിസൈഡ് എന്ന് പറയും. അതുകൊണ്ട് സൂയിസൈഡ് ചെയ്തവർക്ക് ഇൻഷുറൻസ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അത് വളരെ ഷോക്കിംഗ് ആയിരുന്നു. കാരണം മാൽക്കം തന്നെ ഇപ്പോൾ ചിന്തിക്കും, എൻ്റെ അച്ഛൻ സൂയിസൈഡ് ചെയ്യാനായിട്ട് വണ്ടിയിൽ കൊണ്ടുവന്ന് ഹെഡ് ഇങ്ങനെ സ്മാഷ് ചെയ്യാൻ, തല ഇങ്ങനെ വെച്ച് കൊടുക്കും ആരെങ്കിലും സൂയിസൈഡ് ചെയ്യാനായിട്ട്. ദാറ്റ്സ് നോട്ട് അപ്രോപ്രിയേറ്റ്. അപ്പം അദ്ദേഹത്തിന് അവർക്ക് അവിടെ ഉള്ള ഒരു ഇൻസൾട്ടിങ്, അല്ലെങ്കിൽ അവർ ഈ ഒരു നീഗ്രോ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് അവർ ഒരുപാട് ഇൻസൾട്ട് ചെയ്യും. മാത്രമല്ല ചീറ്റിങ്ങിലൂടെ അവരുടെ ഇൻഷുറൻസ് മണി ബാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർക്ക് കിട്ടില്ല, അവർക്ക് അത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം സൂയിസൈഡ് എന്ന് പറഞ്ഞ് ആ ആക്സിഡൻറ്റിനെ മാറ്റുകയാണ്. ഇൻഷുറൻസ് കമ്പനി ചീറ്റഡ് ഓൺ ദം. പിന്നീട് ഈ വീട്ടിൽ ഉത്തരവാദിത്തങ്ങളൊക്കെ വിൽഫ്രെഡ് എന്ന് പറയുന്ന മൂത്ത മകനിലേക്ക് പോകും. ഹിൽഡ എന്ന് പറയുന്ന പെൺകുട്ടി വീടിൻ്റെ കാര്യങ്ങൾ നോക്കും. ഫിൽബർട്ടും മാൽക്കവും എപ്പോഴും വഴക്കിട്ട് സ്കൂളിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കും. ലൂസി ലൈറ്റ് സ്കിൻ ആയതുകൊണ്ട് ഒരു ജോലി കിട്ടി. പക്ഷെ ബ്ലാക്ക് ആണെന്ന് അറിയുമ്പോഴത്തേക്കും അവരതിൽ നിന്ന് ഫയർ ചെയ്യുകയാണ്. പിന്നെ ഇതിനകത്തൊരു റാബിറ്റ് ഹണ്ടിങ് ഒക്കെ പറയുന്നുണ്ട്. നമ്മുടെ മാൽക്കം എത്രത്തോളം വളരെ നല്ല രീതിയിൽ എത്രത്തോളം ബുദ്ധി ഉപയോഗിച്ച് ഹണ്ട് ചെയ്യുമെന്നുള്ള കാര്യമെല്ലാം പറയുന്നുണ്ട്. അതിനുശേഷം ലൂസിയും മക്കളും മാത്രം തനിച്ചാകുമ്പം ഇവരുടെ ഇൻകം ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പം നമ്മുടെ വെൽഫെയർ അസോസിയേഷൻസ് വന്നിട്ട് മാൽക്കത്തിൻ്റെയും കുട്ടികളുടെയും എല്ലാവരുടെ, മാൽക്കമൊക്കെ അന്ന് ചെറുതാണ്, വിൽഫ്രെഡ്, മാൽക്കം, ഹിൽഡ എല്ലാം ചെറുതാണ്. അവരുടെ അമ്മയുടെ അടുത്ത് വന്നിട്ട് കുട്ടികളെ ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന രീതിയിൽ ഓർഫൺ എന്ന രീതിയിൽ ഇവർ പരിഗണിച്ചോളാം എന്ന് പറയും. പക്ഷേ ഈ വെൽഫെയർ അസോസിയേഷനോട് നമ്മുടെ ലൂസിക്ക് ഭയങ്കര പുച്ഛമാണ്. കാരണം തങ്ങളുടെ കുട്ടികളെയും തങ്ങളുടെ ഫാമിലിനെയും ഷഫിൾ ചെയ്യാൻ വന്നവരായിട്ടാണ് ലൂസി അവരെ ട്രീറ്റ് ചെയ്യുന്നത്. വെൽഫെയർ അസോസിയേഷൻ ആസ്ക് ക്വസ്റ്റ്യൻസ് വിച്ച് ഇറിറ്റേറ്റ്സ് ഹർ. As the pressure from running the home and dealing the state welfare people increases, her condition became more worse than ever. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേരിങ്ങനെ വന്നൊരു കുട്ടികളെ അവിടെ കൊണ്ടുപോകാം, കുട്ടികളെ ഇവിടെ കൊണ്ടുപോകാൻ, ഞാൻ നോക്കാം, നീ നോക്കാം എന്നൊക്കെ ഇങ്ങനെ വെൽഫെയർ അസോസിയേഷൻസിൻ്റെ ഒരു ഇടപെടൽ കാരണം ഷി ബിക്കെയിം മോർ വീക്ക്. ഒരുപാട് വീക്കായിപ്പോയി, ഫിസിക്കലി മെൻ്റലി എല്ലാം അവർ ഡൗൺ ആയിപ്പോയി. അതിനുശേഷം ഒരു 1935 ആകുമ്പോൾ, അപ്പോൾ അവരൊരു 34 years ഒക്കെ ഉണ്ട് ലൂസിക്ക്. അപ്പോൾ അവർ വിഡോയാണ്. അപ്പോൾ അവർക്കൊരു വൈറ്റ് മെന്നുമായിട്ടൊരു എഫെയർ ഉണ്ടാകും. ആ എഫെയർ കുറച്ച് കാലം നീണ്ടുപോകും. പക്ഷെ പിന്നീട് ഈ കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി ആ മനുഷ്യൻ ഏറ്റെടുക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് ഹി ഗിവ് അപ്പ് ഓൺ ഹർ.
അയാളും ഇവരെ ഉപേക്ഷിക്കുകയാണ്. ലാസ്റ്റ് ലൂസി മെൻ്റലി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കും. ഒരു മെൻ്റൽ പേഷ്യൻ്റ് പോലെ ലൂസി മാറുകയാണ്. മക്കളൊക്കെ അപ്പം മാൽക്കത്തിന് വിശക്കുമ്പോൾ മാൽക്കം വെജിറ്റബിൾ സ്റ്റോറിൽ നിന്നൊക്കെ ഓരോ ഫ്രൂട്ടും ക്യാരറ്റും എല്ലാം മോഷ്ടിച്ച് വന്നാണ് കഴിക്കുന്നത്. അതിനുശേഷം ഇദ്ദേഹം മാൽക്കം എന്ത് ചെയ്യും, വൈകുന്നേര സമയങ്ങളിൽ കൂട്ടുകാരുടെ വീട്ടിൽ പോകും. അപ്പം ഫുഡ് കഴിക്കാമല്ലോ, ആ ഒരു ഐഡിയയിൽ മാൽക്കം കൂട്ടുകാരുടെ വീട്ടിലും പോയി നിറയെ ഫുഡൊക്കെ കഴിക്കും. അങ്ങനെ ഒരു അഡ്കോക്ക് എന്ന് പറയുന്ന ഒരു വീട്ടിലവരെത്തും. ഗൊഹാനീസ് ഫാമിലി, ആ ഫാമിലിയായിട്ട് മാൽക്കം വളരെ കമ്പനിയാണ്. ലാസ്റ്റ് ലൂസിക്ക്, മാൽക്കത്തിൻ്റെ അമ്മയായ ലൂസി, her condition was so bad and she was in her very pathetic situation. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും വെൽഫെയർ അസോസിയേഷൻ വന്നിട്ട് ഈ കുട്ടികളെ ഏറ്റെടുക്കും. ഓരോരുത്തരെയും ഓരോ ഇടത്തോട്ട് മാറ്റും. After an year, she was felt very, very bad in her condition, and due to that, she has to shift her children. ഓരോ വീട്ടിലോട്ടും കുട്ടികളെ മാറ്റേണ്ടി വരും. മാൽക്കം സെൻറ്റ് ടു ജൊഹാനിസ് ഫാമിലി ഹു ഓഫർ ടു കെയർ ഫോർ ഹിം. എല്ലാ ദിവസവും മാൽക്കം ഒരു വീട്ടിൽ പോയി ഫുഡ് കഴിക്കില്ലേ, ആ വീട്ടിലോട്ട് മാൽക്കത്തിനെ ഏറ്റെടുക്കും. എക്സെപ്റ്റ് ദ 2 elder children, all other were sent to different homes. നമ്മുടെ വിൽഫ്രഡും ഹിൽഡയും ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഓരോ വീട്ടിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അതും വെച്ചാണ് ഇത് എൻഡ് ചെയ്യുന്നത്. മാൽക്കം വാസ് സെൻറ്റ് ടു ഗൊഹാനിസ് ഹോം. വിൽഫ്രഡ് ആൻഡ് ഹിൽഡ സ്റ്റേഡ് ഇൻ ദ ഹൗസ് വിച്ച് ദെയർ ഫാദർ ഹാഡ് ബിൽഡ്. അവരുടെ അച്ഛൻ ഉണ്ടാക്കിയ വീട്ടിൽ തന്നെ വിൽഫ്രഡിനും ഹിൽഡയ്ക്കും ജീവിക്കാൻ പറ്റും, ബിക്കോസ് ദേ ആർ മെച്യൂർഡ് ഇനഫ്. Filbert was placed into another family in Lansing, one namely Mrs. Hackett. മിസ്സിസ് ഹാക്കറ്റ് എന്നുള്ള ഒരാൾ ഫിൽബർട്ടിനെ, ആകാശദൂത് മൂവിയുടെ എൻഡിങ് കണ്ടിട്ടില്ലേ, ഓരോ കുട്ടികളെയും ഓരോ വീട്ടിലോട്ട് മാറ്റില്ലേ, അതുപോലെ തന്നെയാണ് ഇവർ ഓരോ മക്കളും ഓരോ സ്ഥലത്തോട്ട് പോകും. ഇത് ഇത്രയുമാണ് മാൽക്കം എക്സിൻ്റെ നൈറ്റ് മെയർ എന്ന് പറയുന്ന എസ്സേയുടെ ഷോർട്ട് സമ്മറി. റെജിനാൾഡ് വെസ്ലി വെൻ ടു ലിവ് വിത്ത് എ ഫാമിലി കോൾഡ് വില്യംസ്. വോനെ ആൻഡ് റോബോട്ട് വെൻ ടു ലിവ് വിത്ത് എ വെസ്റ്റ് ഇന്ത്യൻ ഫാമിലി നെയിം മെഗ്വയർ. അപ്പം ഇവരുടെ ബ്രദേഴ്സ് എത്ര പേരുണ്ട്? നമ്മുടെ മാൽക്കത്തിൻ്റെ അച്ഛൻ്റെ ആദ്യത്തെ മാരേജിൽ 3 കുട്ടികളുണ്ട്. മാൽക്കത്തിൻ്റെ അച്ഛൻ ലൂസി ലിറ്റിനുള്ള മാരേജ് ചെയ്തപ്പോൾ അതിൽ 8 കുട്ടികളുണ്ട്. വിൽഫ്രഡ്, ഹിൽഡ, ഫിൽബർട്ട്, റെജിനാൾഡ്, മാൽക്കം, പിന്നെ ഏതാണ് വോനി, റോബർട്ട്, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ്. ഈ ക്യാരക്ടേഴ്സ് ജസ്റ്റ് ഒന്ന് വായിക്കുക, ഈ സമ്മറി കേട്ടിട്ട് ആ എസ്സേയും കൂടെ ഒന്ന് വായിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് എസ്സേ എന്ന് പറയുന്നത്, നൈറ്റ് മെയർ എന്ന് പറയുന്ന എസ്സേ.